നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എപ്പോഴും PSCയുടെ വാർത്തകൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാറ് അല്ലേ? അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് SSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ SSCയുടെ പരീക്ഷ മലയാളത്തിലും എഴുതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു തലമാണ് നമ്മുടെ PSCയിൽ നിന്ന് മാറിയിട്ട് SSC. അപ്പോൾ ഒരുപാട് പേർക്ക് എഴുതിയെടുക്കാനും എളുപ്പമുള്ള ഒരു എക്സാമാണ് SSCയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോലുള്ള സിമ്പിൾ എക്സാംസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പരീക്ഷ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് നോക്കാം. ഇത്രയും കാലം നമ്മുടെ SSCയുടെ MTS പോലുള്ള പരീക്ഷകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് എഴുതിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എഴുതേണ്ടി വന്നിരുന്നത്. പക്ഷെ എന്നാൽ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലെ SSCയിൽ ഈ ഒരു MTS എന്ന് പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫുകളിലേക്കുള്ള പരീക്ഷകൾ മലയാളത്തിലോട്ട് അല്ലെങ്കിൽ മലയാളം ഉൾപ്പെടെ 15 ഭാഷകളിലേക്ക് നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാർത്തയെന്ന് ആദ്യം വായിച്ചു നോക്കാം. അതിനുശേഷം PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങളും പറയാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വാർത്തയെ നോക്കുക. മൾട്ടി ടാസ്കിംഗ് പരീക്ഷ 15 ഭാഷകളിൽ നടത്താനായിട്ട് തീരുമാനം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ സാങ്കേതിക തലം പരീക്ഷകൾ 2022-ലേതാണ്. ഇംഗ്ലീഷും ഹിന്ദിക്കും പുറമെ മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിൽ കൂടി നടത്തണമെന്ന് പരീക്ഷാ ഏജൻസികൾ ഔദ്യോഗികമായിട്ട് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഉറുദു, തമിഴ്, തെലുങ്ക്, കന്നഡ, ആസാമീസ്, അതുപോലെ തന്നെ ബംഗാളി, ഗുജറാത്തി, കൊങ്കണി, മണിപ്പൂരി കൂടാതെ മറാത്തി, ഒഡിയ, പഞ്ചാബി തുടങ്ങിയ മറ്റ് പ്രാദേശിക ഭാഷകളിലൂടെ നമ്മുടെ SSCയുടെ MTS പരീക്ഷ നടത്താനായിട്ട് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ മന്ത്രാലയങ്ങളിലെയും അതുപോലെ തന്നെ കേന്ദ്ര വകുപ്പുകളിലെയും എല്ലാ ഗ്രൂപ്പ് B അല്ലെങ്കിൽ നോൺ ഗസറ്റഡ്, ഗ്രൂപ്പ് C നോൺ ടെക്നിക്കൽ തസ്തികയിലേക്കുള്ള നിയമനവും അതുപോലെ തന്നെ SSC വഴിയാണ് നടക്കുക. ആ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പല മന്ത്രാലയങ്ങളുടെയും ഗ്രൂപ്പ് C അതുപോലെ തന്നെ ഗ്രൂപ്പ് B എക്സാംസ് എല്ലാം നടക്കുന്നത് SSC വഴിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കമ്മീഷൻ നടത്തുന്ന ഈ പരീക്ഷകളുടെ മാധ്യമം സാധാരണ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നടന്നുകൊണ്ടിരുന്നത്. രാജ്യത്തുടനീളമുള്ള തൊഴിൽ അഭ്യുദാകാംക്ഷികളുടെ തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് അനുസ്മൃതമായാണ് എന്ത് ചെയ്തിട്ടുള്ളത്, SSCയുടെ ഈ ഒരു നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് PSC മാത്രം പഠിക്കാതിരിക്കുക. ഞാൻ പറയുന്നത് SSC പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ PSC നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, SSC പരീക്ഷകളിലൂടെ നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. SSC പരീക്ഷകളിലൂടെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എഴുതാൻ ശ്രമിക്കുക. ഈ PSC SSC തമ്മിലുള്ള പ്രധാന വ്യത്യാസം തന്നെ ഇതാണ്. കാര്യം SSC പരീക്ഷകൾ പെട്ടെന്ന് റിസൾട്ട് വരും, പെട്ടെന്ന് അപ്പോയിൻമെന്റ് നടക്കും. PSC പോലെ ഇങ്ങനെ നടന്ന് എഴയേണ്ട ഒരു ആവശ്യം SSC അത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ പെട്ടെന്ന് എക്സാം നടത്തി വളരെ പെട്ടെന്ന് ആൻസർ കീ പബ്ലിഷ് ചെയ്യും, വളരെ പെട്ടെന്ന് റിസൾട്ടുകൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെന്റ് നടത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ SSC പരീക്ഷകൾക്ക് പൊതുവേ കണ്ടുവരുന്നത്. എല്ലാ പരീക്ഷകളുടെയും കാര്യമല്ല പറയുന്നത്. ചില പരീക്ഷകൾക്ക് വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിൻമെന്റും കാര്യങ്ങളും റിസൾട്ടും എല്ലാം വരുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു സുവർണാവസരം നിങ്ങൾ പാഴാക്കി കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെതും, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെൻ ആൻഡ് വിമൻ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 486/2022. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മെൻ ആൻഡ് വിമന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 669/2022, അതുപോലെ തന്നെ 671/2022 എന്നിവയാണ്. അപ്പോൾ ഇവയുടെയൊക്കെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റുകൾ ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. ചുമ്മാ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് കരുതിയിട്ട് നമുക്ക് ഹാൾ ടിക്കറ്റ് വരത്തില്ല. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെയും ഉൾപ്പെടെ കുറച്ച് തസ്തികകളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി പലർക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെയിലിലും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജുകൾ വായിക്കുക, പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 9-നാണ് നമ്മുടെ SIയുടെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെയും കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മുടെ കേരള PSC പറയുന്നുണ്ട്. ഇതൊരു സൂചന തന്നെയാണ്. കാര്യം സെർവറിൽ മെയിൻ്റനൻസ് നടക്കുന്നതിനാൽ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് 2023
എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ 21/1/2023 മുതൽ 8 PM മുതൽ 11 PM വരെ ലഭ്യമാകുന്നതല്ല എന്ന് പറയുന്നത് രാത്രിയത്തെ കാര്യമാണ്. പക്ഷേ ഈ സെർവർ മെയിൻ്റനൻസ് നമുക്കറിയാം, ഈ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു സെർവർ മെയിൻ്റനൻസ് നമ്മുടെ കേരള PSC സൈറ്റുകളിൽ കാണാനായിട്ട് കഴിയുക. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മുതൽ തന്നെ നമ്മുടെ ബാക്കി പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളോട് പറയാനുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഫീൽഡ് ഓഫീസർ തസ്തികയുടെ കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഫീൽഡ് വർക്കറുടെ തസ്തികയിലേക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കുന്ന പരീക്ഷാ നമ്മുടെ പരീക്ഷാ കലണ്ടറിൽ വരും. അപ്പോൾ ഈ പരീക്ഷാ കലണ്ടർ നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കൊല്ലം ജില്ലയുടെതും കോഴിക്കോട് ജില്ലയുടെയും ഉൾപ്പെട്ടിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റിസൾട്ട് പ്രൊഫൈലിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, പ്രൊഫൈൽ കൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാസർഗോഡ് ജില്ലക്കാരുടെ എന്ന് പറയുമ്പോൾ 523/2019 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ കാസർഗോഡുകാരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് എൻഡുറൻസ് ടെസ്റ്റ് നമ്മുടെ ജനുവരിയിൽ നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. ജനുവരി 28-നായിരിക്കും അതിൻ്റെ എൻഡുറൻസ് ടെസ്റ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ റീഅറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിലവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബേസ്മെന്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസറുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിനകത്ത് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, പലരും കാണാത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അതിൽ നിന്ന് ഓരോ വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ട ഡെയിലി ഓരോ വീഡിയോ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ടെലഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. കമ്മ്യൂണിറ്റി ടാബ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ് നിലവിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ മെയിൻസ് വന്ന സമയത്തേക്ക് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് നിങ്ങൾ കണ്ട് അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അപ്ഡേറ്റുകളും ക്ലാസ്സുകളുടെ ഇതുപോലുള്ള ലിങ്കുകളും പ്രധാനപ്പെട്ട ക്ലാസ്സുകളും നോട്ടുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് തരുന്നത് വലിയൊരു അവസരം തന്നെയാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി തൊട്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന് പ്രിലിംസ് ഇല്ല. ഇനി തൊട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് പ്രിലിംസ് ഇല്ല. അത് നിങ്ങൾക്ക് വലിയൊരു അവസരം തന്നെയാണ്. കാര്യം നമുക്ക് ഡയറക്റ്റായിട്ട് മെയിൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് ജയിക്കുന്നവർക്ക് പിന്നെ ഫിസിക്കൽ കിട്ടിയിട്ട് ജോലി കിട്ടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം നല്ലപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ഉഴപ്പരുത്. മാക്സിമം പറ്റുന്ന പോലെ തന്നെ പഠിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്കുകളിലൂടെ നോക്കി പോവുക. സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒരുപാട് വീഡിയോ, ഏകദേശം 50-ൽ കൂടുതൽ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, ഡെയിലി ഓരോ വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ കാണുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചായിട്ട് തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ച് പോകാം. 5 മണിക്കൂറോളം അല്ലെങ്കിൽ 5 മണിക്കൂറിൻ്റെ അതിന് ഒറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പല ക്ലാസ്സിലും കമ്പൈൻ ചെയ്തിട്ടുള്ള 5 മണിക്കൂറിൻ്റെ ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സിവിൽ പോലീസ് ഓഫീസർ കിട്ടിയ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ മാത്രം കണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലിയർ ആക്കിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഈ CPO ആവശ്യമുള്ളവർ കേട്ടോ. അപ്പോൾ എന്തായാലും CPO WCPO ഒക്കെ പരീക്ഷ വരുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. SIയുടെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വളരെ ആറാട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവസരങ്ങൾ കളയാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ SSCയുടെ കാര്യം, നമ്മുടെ MTS എന്ന് പറയുന്ന ഈ ഒരു മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷ ഇനി മലയാളത്തിൽ നടത്താൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ SSCയുടെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് തന്നെ നമ്മുടെ തൊഴിൽ വാർത്താ ചാലഞ്ച് നടക്കുന്നുണ്ട്. ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസ് കൂടി നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പോർഷൻസ് കൂടി നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.